ക്രിസ്തു സ്വീകാര്യതയുടെയും തിരസ്കരണത്തിൻ്റെയും ആത്മീയതയ്ക്ക് മധ്യേ നിലകൊള്ളുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 58 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു. ഒന്നാമതായി, ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞത സുവിശേഷത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. യേശുവിൻ്റെ പൊതുജീവിതത്തിൻ്റെ ആരംഭം മുതൽ യേശുവിൻ്റെ വചനത്തിലോ പ്രസംഗത്തിലോ അത്ഭുതങ്ങളിലോ വിശ്വസിക്കാത്തവർ അവൻ്റെ സവിശേഷതകളിൽ ദൈവികതയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല, അഥവാ അവർ സുവിശേഷമെന്തെന്ന് ബോധ്യപ്പെട്ടില്ല. നിസ്സംശയം അവൻ പലരെയും പോലെയായിരുന്നു. യേശുനാഥനിലുള്ള മാനുഷികതയിൽ കുടുങ്ങി നിന്നിരുന്ന ആ നാട്ടിലെ ജനങ്ങൾ ക്രിസ്തുവിലുള്ള ദൈവീകത ദർശിക്കുവാൻ തിമിരം ബാധിച്ചവരായി മാറിപ്പോയി. യേശുവിലുള്ള ബാഹ്യത മാത്രമായിരുന്നു അവർ അന്വേഷിച്ചത്. അവൻ്റെ സഹോദരങ്ങൾ ഇവിടെയില്ലേ? അവൻ്റെ അപ്പൻ ഒരു തച്ചനല്ലേ? അവൻ നമ്മിൽ ഒരുവനല്ലേ? യേശുവിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിക്കാതെ പോയി. ബാഹ്യതയിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിനക്ക് ഒരുവനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല. യേശുനാഥൻ നമ്മോട് പറഞ്ഞു തന്ന സത്യം, നമ്മുടെയൊക്കെ ഭവനങ്ങളിലും അരികെയും ഉള്ള സർവരും അവരുടെ ബാഹ്യതയും ആന്തരികതയും വ്യത്യസ്തങ്ങളാണ്. അവരിലുള്ള മാനുഷിക ഭാവവും ദൈവിക ഭാവവും രണ്ടാണ്. നമ്മിലുള്ള മർത്യതയും അമർത്യതയും നശ്വരതയും അനശ്വരതയും വ്യത്യസ്തങ്ങളാണ്. ഈ രണ്ട് സത്യങ്ങളും നമ്മിൽ കുടികൊള്ളുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് സത്യങ്ങളെ ബോധ്യത്തോടുകൂടി നാം വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. യേശുവിലുള്ള ദൈവികതയെ അവർ കാണാതെ പോയി എന്നതാണ് ക്രിസ്തു തിരസ്കരണത്തിൻ്റെ ഏറ്റവും വലിയ കാതൽ. 2, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം കാണുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. കർത്താവേ, അങ്ങയുടെ യഥാർത്ഥ മുഖം കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിനെ ശ്രദ്ധിച്ച ആളുകൾ അവനെ അറിയാമെന്ന് കരുതി. മറ്റാരേക്കാളും അവനെക്കുറിച്ച് അവർക്ക് അറിയുവാൻ സാധ്യമാകുമായിരുന്നു. എന്നിട്ടും അവനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം തങ്ങൾക്കറിയാമെന്ന് കരുതുന്ന തെറ്റ് അവർ ചെയ്തു. അവർ അവനെ സംഗ്രഹിക്കുകയും അവരുടെ നിഗമനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മെ പ്രബുദ്ധരാക്കാനും നമ്മുടെ സാഹചര്യങ്ങളെ വീണ്ടും നോക്കാൻ സഹായിക്കാനും നാം ദൈവത്തോട് അപേക്ഷിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ അറിയാം എന്ന് കരുതിയവരും അഹങ്കരിച്ചവരും അവനെ അറിയാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ അന്ധത. ദൈവബന്ധവും മനുഷ്യബന്ധവും വലിയ ഒരു സിദ്ധാന്തത്തിൽ നാം ജീവിക്കേണ്ട സത്യമാണ്. അത് ആരെക്കുറിച്ചും മുൻവിധി ഇല്ലാതെ, നിഗമനങ്ങൾ വ്യക്തിപരമായി എടുക്കാതെ ദൈവത്തിൻ്റെ അരികിലേക്ക് നാം ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. മറ്റുള്ളവരെ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്, സ്നേഹിക്കേണ്ടതുണ്ട്. യേശുവിനെക്കുറിച്ച് നിഗമനങ്ങൾ എടുത്തുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് അവർ സംസാരിച്ചത്. എന്നാൽ യേശുവിലുള്ള പ്രത്യേകത, അവൻ ദൈവത്തെ പോലെ സംസാരിക്കുകയും ദൈവിക അധികാരത്തിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തു എന്നതാണ്. 3, ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ വ്യക്തിത്വം. ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ വ്യക്തിത്വം പരിശുദ്ധ ത്രിത്വവുമായി ചേർന്നുള്ളതാണ്. ത്രിത്വത്തിൻ്റെ ജീവിതവും യേശുവിൻ്റെ പിതാവിൻ്റെ ദൗത്യവുമായിരുന്നു യേശുവിൻ്റെ ദൈവീകതയ്ക്കും അനുദിനമുള്ള ജീവിതത്തിൻ്റെയും പിന്നിലെ ഏറ്റവും വലിയ പ്രതിഫലനം. യേശുവിൻ്റെ സാധാരണത്വം ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കി. അവർക്കവനിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. എല്ലാ കാര്യങ്ങളിലും എല്ലായിടത്തും നാം ക്രിസ്തുവിനെ അന്വേഷിക്കുക എന്നതാണ് ക്രിസ്തു സത്യങ്ങൾ ധ്യാനിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു പോംവഴി. യേശു ക്രിസ്തുവിനെ നാം സ്നേഹിക്കുമ്പോൾ പോലും യേശു ക്രിസ്തുവിലുള്ള ദൈവീകത നാം കൂടുതൽ അന്വേഷിക്കുമെങ്കിൽ മാത്രമേ നമ്മിലുള്ള ദൈവത്തെ, ക്രിസ്തുവിനെ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. യേശുവിൻ്റെ സ്വന്തം ജനത്തിന് സംഭവിച്ച പരാജയം, യേശുവിൻ്റെ ജനം അവനെ ഒരു പ്രാദേശിക ബാലനായി കണ്ടു. അവർക്ക് സുപരിചിതനായ യേശുവിനെ അവർക്ക് പരിചയമുള്ള സാധ്യമായ രീതിയിൽ മാത്രം അവർ കണ്ടു. എങ്കിൽ ക്രിസ്തുവിലുള്ള ദൈവീകതയെ അവരിലുള്ള അസാധ്യമായ ദൈവിക പദ്ധതിയിൽ കാണുവാൻ അവർക്ക് സാധിച്ചില്ല.
പ്രിയമുള്ളവരെ, നമുക്ക് അനുദിനമുള്ള നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ക്രിസ്തു ബോധ്യമുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.